നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധീയുടെ മകൻ കിച്ചു കഴിഞ്ഞ ദിവസം ചില നിർണായക വെളിപ്പെടുത്തലുകൾ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ സൈബർ ആക്രമണം അതിരൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് രേണു സുധിയെക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ രേണു സുധിയെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം, വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം, അതുമാത്രമല്ല രേണുവിനെതിരെ ഒരുപാട് വീഡിയോകൾ പുറത്തിറക്കുന്നുണ്ട്, ഒരുപാട് പേർ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തിറക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് രേണു സുധിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നാലെ ആത്മഹത്യയുടെ വക്കിലാണ് താനെന്ന വെളിപ്പെടുത്തലുമായി രേണു സുധിയും രംഗത്ത് വന്നിരിക്കുകയാണ്. നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് കിച്ചു സുധി പങ്കുവച്ച വീഡിയോയ്ക്ക് പിന്നാലെ കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണ് രേണു സുധി. സമൂഹ മാധ്യമങ്ങളൊന്നും തുറക്കാൻ പോലും പറ്റുന്നില്ലെന്നും തനിക്കും കുടുംബത്തിനും നേരെ വലിയ ആക്രമണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതെന്നും രേണു സുധി പറഞ്ഞു. കേൾക്കാവുന്നതിൻ്റെ അപ്പുറം കേട്ടെന്നും താനിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും കരഞ്ഞുകൊണ്ടായിരുന്നു രേണുവിൻ്റെ പ്രതികരണം. രേണു സുധിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് രേണു സുധി എന്ന കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ എന്നെ ബാധിക്കും. എനിക്ക് എന്തെങ്കിലും വീഡിയോ കാണാൻ ഫേസ്ബുക്ക് തുറക്കണ്ടേ? അത്തരത്തിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ കാണാൻ ഫേസ്ബുക്ക് തുറക്കുമ്പോഴേക്കും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. തനിക്കെതിരെയുള്ള വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ അപരാധം ചെയ്തു എന്ന മട്ടിലാണ് കമൻറ്റുകൾ മുഴുവൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണു സുധി എന്നത്. കാശ് കിട്ടുന്നുണ്ടായിരിക്കും ഇവർക്ക് ഈ മാസം. ഈ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാലും ആഘോഷിക്കാൻ ആളുകൾ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായി ഇറങ്ങി, അവൾ മുതലക്കണ്ണീരുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. തനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ തന്നെ പിന്നിലേക്ക് വലിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്. ചില കാര്യങ്ങൾ തന്നെ പിടിച്ചു വയ്ക്കുകയാണ് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഈ സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നും രേണു സുധി ആ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. താൻ ആത്മഹത്യയുടെ വക്കിലാണ്, എന്തറിഞ്ഞിട്ടാണ് എന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത്, ഓരോ വീഡിയോ തുറക്കുമ്പോഴും തനിക്കെതിരെയുള്ള വീഡിയോകൾ തൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള ഒരു കണ്ണീരോടെ, കരച്ചിലോടെയാണ് രേണു സുധി പ്രതികരണം നടത്തിയിരിക്കുന്നത്. വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ് രേണു സുധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജീവിതത്തിൽ കടന്നുപോയ കൈപ്പേറിയതും സങ്കടപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളായിരുന്നു കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി പങ്കുവച്ചത്. ബാല്യകാലം മുതൽ നേരിട്ട അവഗണനകളെയും ഒറ്റപ്പെടലിനെയും കുറിച്ചായിരുന്നു കിച്ചു സംസാരിച്ചത്. ഇതിനു പിന്നാലെയാണ് രേണുവിനെതിരെ സൈബർ ആക്രമണം ശക്തമായത്. കിച്ചുവിൻ്റെ വാക്കുകൾ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസമായിരുന്നു കിച്ചുവിൻ്റെ പ്രതികരണം ഉണ്ടായത്. താനൊരു ഇൻട്രോവേർട്ടാണ്, അധികം അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. ഈ വീഡിയോ പുറത്തു വരുന്നതോടെ എന്തൊക്കെ സംഭവിക്കുമെന്നും അറിയില്ല, എൻ്റെ ജീവിത കഥയാണ് താൻ പറയാൻ പോകുന്നത് എന്നൊരു ഇൻട്രോ പറഞ്ഞുകൊണ്ടായിരുന്നു കിച്ചു തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് തുടങ്ങിയത്. 2004 തൻ്റെ ജനനം. ശാലിനി എന്നാണ് തൻ്റെ സ്വന്തം അമ്മയുടെ പേര്. തൃശ്ശൂരാണ് താൻ ജനിച്ചത്. അച്ഛനും അമ്മയും തമ്മിലുള്ള അടിയും വഴക്കുമാണ് കുഞ്ഞിലെ മുതലുള്ള തൻ്റെ ഓർമ്മ. തൻ്റെ സ്വന്തം അമ്മ തനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ വേറൊരാളുടെ കൂടെ പോയി. പിന്നെയുള്ള ഓർമ്മ, അച്ഛൻ സ്കൂട്ടർ എടുത്ത് എവിടെയോ പോകാൻ നിൽക്കുന്നു. അപ്പോൾ എനിക്കും വരണമെന്ന് പറഞ്ഞു. നീ വരണ്ട, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ സ്കൂട്ടറായിരുന്നു. സ്കൂട്ടറും എടുത്ത് പോയത് ആത്മഹത്യ ചെയ്യാനാണ്. നേരെ ഒരു ലോറിയുടെ മുമ്പിൽ ഇടിക്കാൻ പോയി. പക്ഷെ 2 പേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിൻ്റെ അരികിൽ പോയി ഞങ്ങൾ 2 പേരും ഇരുന്നു. ഞാൻ കരയുന്നുണ്ട്. അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ആ സമയത്തെ ചില ഓർമ്മകൾ. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കാണ് കൂടുതലും ഓർമ്മയിൽ വരുന്നത്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് വല്യമ്മയായിരുന്നു. 5ാം ക്ലാസ് വരെ അവിടെ ജീവിച്ചു. അതിനിടയ്ക്ക് അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. വീണ എന്നായിരുന്നു അവരുടെ പേര്. ആ സമയത്ത് അച്ഛനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അവരുമായിട്ടും വഴക്ക് തന്നെയായിരുന്നു. അച്ഛൻ എപ്പോഴും വീണ എന്ന ആളുടെ വീട്ടിലായിരിക്കും. വൈകിട്ട് എപ്പോഴെങ്കിലും വന്ന് തന്നെ കാണും. എന്നെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും കിച്ചു വേദനയോടെ പറയുന്നുണ്ട്. എങ്ങനെ പറഞ്ഞു തരണമെന്ന് തനിക്കറിയില്ല. തൻ്റെ മനസ്സിലുണ്ട് എല്ലാ കാര്യങ്ങളും, പക്ഷെ അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല എന്ന് ആവർത്തിച്ച് കിച്ചു വ്യക്തമാക്കുന്നുണ്ട്. അവിടെയും അടിയാണ്. ആ സമയത്ത് ഓരോ കാര്യങ്ങളും തനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. വീണ എന്ന ആളുടെ 2ാം വിവാഹമായിരുന്നു. ആ ബന്ധത്തിൽ 2 പിള്ളേരും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അറിയുന്നത് കുറേ കഴിഞ്ഞായിരുന്നു. ഇതിനിടെ ഞങ്ങളൊരു സ്കൂട്ടർ എടുത്തു. ആ സ്കൂട്ടറിന് പേരെഴുതിയപ്പോഴാണ് ആ കുട്ടികളുടെ പേരാണെന്ന് അറിയുന്നത്. എന്നെ വേറൊരു തരത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നോടൊരു വലിയ പ്രശ്നം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കിരുന്നാൽ ആകെ സൈലൻ്റ് ആണ്. വേടിൻ്റെ പാട്ടുകളാണ് കേൾക്കുന്നത്. അതെല്ലാം തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത കഥ.
5ാം ക്ലാസ്സിലെ അവധിക്കാലം. ഞങ്ങളപ്പോൾ എറണാകുളത്താണ്. കുറേ നാൾ അവിടെയായിരുന്നു താമസം. അന്ന് അച്ഛന് ഷൂട്ടൊക്കെ ഉണ്ട്. ഒരു ദിവസം വീഡിയോ കോളിൽ ഇപ്പോൾ കാണുന്ന അമ്മ രേണു സുധിയെ കാണുന്നു. ആ സമയത്ത് അമ്മയുമായി ഭയങ്കര കമ്പനിയായിരുന്നു. സൂപ്പറായിരുന്നു ആ ടൈമിൽ. ഞങ്ങളെ കാണാൻ വന്നു, നല്ല കമ്പനി. പിന്നെ അച്ഛൻ വന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛൻ ഇഷ്ടമാണോ എന്നായിരുന്നു തിരിച്ചു ചോദിച്ചത്. ഇതിനിടയ്ക്ക് വീണയും അച്ഛനുമായി ഡിവോഴ്സായി. അവർക്ക് പൈസയും കൊടുത്തു. അങ്ങനെ കൊല്ലത്തെ വീട്ടിൽ വന്ന് രേണു അമ്മയുടെ കാര്യം സംസാരിച്ച് വിവാഹമായി. ഞാനും അച്ഛനും അമ്മയും കൊല്ലത്ത് നിൽക്കുന്ന സമയം. പക്ഷേ കൊല്ലത്ത് വെച്ച് ചെറിയൊരു വഴക്കുണ്ടായി. അങ്ങനെ കോട്ടയത്തേക്ക് മാറി. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. കൊല്ലത്തുള്ളപ്പോൾ എന്നെ പുറത്തു പോയി കളിക്കാനൊന്നും വിടില്ലായിരുന്നു. കോട്ടയത്ത് വന്നപ്പോൾ എനിക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടി. കുറച്ച് കഴിഞ്ഞതോടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാകുന്നു. എല്ലാവരുടെയും സ്വഭാവത്തിലൊരു മാറ്റം. ഞാൻ ആ സമയത്ത് കമ്പ്യൂട്ടറൊക്കെ മേടിച്ചു. റൂമിൽ തന്നെ ഗെയിം കളിയുമായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അവിടെ തൊട്ടാണ് ഞാൻ ഇങ്ങനെ ആകുന്നത്. വേറൊരു കണക്ഷനുമില്ല. അച്ഛൻ വന്ന് ഇടയ്ക്ക് ഭക്ഷണം തന്നിട്ട് പോകും. ഇടയ്ക്ക് ഋതപ്പൻ റൂമിലേക്ക് വരും. അവനെയും മടിയിലെടുത്ത് ഗെയിം കളിക്കും. പിന്നെ കൊറോണ വന്നു. അച്ഛൻ ആ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെബ് സീരീസ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. കുറേ ആർട്ടിസ്റ്റുകളെയും വിളിച്ചിരുന്നു. പക്ഷെ ലോക്ക്ഡൗൺ വന്നതോടെ അത് നടന്നില്ല. കുറേ കടം വന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചെലവും അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെ എൻ്റെ ഒരു സ്വഭാവമാണ് നോ പറയാൻ അറിയില്ല. അതൊരു കൊള്ളാത്ത സ്വഭാവമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വിഷമമാകുമെന്ന് വിചാരിച്ചാണ് നോ പറയാത്തത്. ഞാനിപ്പോൾ ഓരോ കാര്യം പറയാത്തതും അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു റൂമിൽ 3 വർഷം ഇങ്ങനെ ഗെയിം കളിച്ചിരുന്നു. ഇടയ്ക്ക് എന്തോ എനിക്ക് ഇങ്ങനെ തോന്നി, ഇതൊക്കെ നിർത്താം. അങ്ങനെ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി മേടിച്ചു. 10ൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട്. പിന്നെ അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്നേഹം പൈസ മാത്രമാണ്. വേറൊരാളുടെ അടുത്തും സംസാരിക്കില്ല. ഇവരുടെ സ്വഭാവവും ഒരുമാതിരിയാണ്. ഇവിടെ ജോലിക്ക് പോകില്ല, അതിന് വഴക്ക്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്ങനെ പറയണമെന്നറിയില്ല. ഇതൊക്കെ കൊണ്ട് തൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഒരു കൂട്ടുകാരനെ ഇരുത്താറുണ്ട്. കൊല്ലത്തുള്ള കൂട്ടുകാർക്കെല്ലാം തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ വീട്ടുകാരുമായി ഒരു കണക്ഷൻ ഇല്ലാത്ത ജീവിതം. ആ റൂമിലിരുന്ന് ശരിക്കും വട്ടായി പോയി. കൂട്ടുകാരുമൊത്ത് കൂടി മോശം ശീലം തുടങ്ങി. പക്ഷെ അങ്ങനെ അഡിക്റ്റഡ് ഒന്നും അല്ലായിരുന്നു. ഞാനും അച്ഛനും സംസാരിക്കുന്നത് തന്നെ ഷൂട്ടിന് പോകുമ്പോഴാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്തും കൊല്ലത്ത് വിളിച്ച് ചോദിച്ചിരുന്നു അവിടെ വന്ന് നിൽക്കട്ടെ എന്ന്. പക്ഷെ അതിനവർ സമ്മതിച്ചില്ല. അങ്ങനെ കോട്ടയത്ത് തന്നെ നിൽക്കേണ്ടി വന്നു. മാത്രമല്ല, ഈ കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഉണ്ടായ സംഭവത്തെക്കുറിച്ചും കിച്ചു പറയുന്നുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം അച്ഛൻ ഷൂട്ടിന് പോയി. അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ 4 മണിയാകുമ്പോൾ ചങ്ങനാശ്ശേരി വന്ന് കൂട്ടണമെന്ന് പറഞ്ഞു. 4 മണിയായപ്പോൾ വിളിച്ച് ഫോൺ എടുത്തില്ല. ഞാൻ കിടന്നുറങ്ങി. ഷൂട്ടിന് പോയിട്ട് വരുമ്പോൾ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം അച്ഛനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഫോൺ എടുക്കാത്തതെന്നോർത്ത് ഞാനും ഉറങ്ങി. രാവിലെ എന്തായാലും അച്ഛൻ വരുമെന്നോർത്ത്. പെട്ടെന്ന് അമ്മ വന്ന് എന്നെ തട്ടി എണിപ്പിച്ചു. അച്ഛൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നു, വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ പക്ഷേ ഓഫായിരുന്നു. അപ്പോഴേക്കും ആളുകളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ നേരെ അനൂപേട്ടനെ വിളിച്ചു. എന്തോ പറ്റി അച്ഛനെന്ന് ചോദിച്ചു. രക്ഷിക്കാൻ പറ്റിയില്ലടാ, സോറി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്തോ അനൂപേട്ട പറയുന്നതെന്ന് ചോദിച്ച് ഞാൻ ഫോൺ എടുത്തെറിഞ്ഞു. കാലിൻ്റെ വിരൽ തൊട്ട് ശരീരം മുഴുവൻ തണുത്തുപോയി. ആ സമയത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് പോലും എനിക്കറിയില്ല. ആരൊക്കെയോ ചേർന്ന് എന്നെ വണ്ടിയിൽ കയറ്റി പോയിക്കൊണ്ടിരിക്കുക. അനൂപേട്ടനൊക്കെ ചേർന്ന് എന്നെ കളിപ്പിക്കുവാണോ എന്നൊക്കെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു. അവിടെ ചെന്നാലേ ഒരു സമാധാനം കിട്ടും. പക്ഷെ ഇവർ കാറിൽ അടിച്ചുപൊളിയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഋതപ്പൻ എങ്ങനെ നോക്കും? മുന്നോട്ടുള്ള ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്. ഒരു തുപ്പലിറക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഒന്നും മിണ്ടാതെ ഞാനിങ്ങനെ ഇരിക്കുവാണ്. അന്ന് തൊട്ട് ഒന്നിനോട് എനിക്ക് ഇപ്പോഴും പ്രതികരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ. ആശുപത്രിയിൽ എത്തുന്നത് വരെ ഇതൊരു പ്രാങ്ക് ആയിരിക്കണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം. പക്ഷേ പോകുന്ന വഴിക്ക് ഇവർ വാർത്ത വെച്ചു. അതിൽ ഞാൻ കണ്ടു. അപ്പോഴും ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നേരെ ചെന്ന് അച്ഛനെ കണ്ടു. ആളുകളൊക്കെ ഉണ്ട്. റൂമിൽ തുണി ഇങ്ങനെ മാറ്റി അച്ഛനെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി ആരുണ്ട്, ആരെ വിളിക്കും? അങ്ങനെ നിൽക്കുമ്പോൾ അനൂപേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡാ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം, ഇതിൻ്റെ ചടങ്ങുകളുടെ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് മൃതദേഹം കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പ്രശ്നം നടക്കുന്നു. പക്ഷേ ഈ കാറിലിരുന്നവർ അതിന് സമ്മതിച്ചില്ല. തൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചു. അനൂപേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. അങ്ങനെ ആ രാത്രി കൊല്ലത്ത് കൊണ്ടുപോയി കാണിച്ചു. പിന്നെ കോട്ടയത്തേക്ക് കൊണ്ടുവന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അമ്മയും അച്ഛനും കൂട്ടരും ഒരു ബില്ല് കൊണ്ടുവന്ന് തൻ്റെ കയ്യിൽ തരുന്നത്. 1,80,000 രൂപ. അത് ചാനലുകാരുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അനൂപേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇതിനൊക്കെ ഒരു ബില്ലുണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായിലച്ചേട്ടനും ചേർന്ന് ബില്ലുണ്ടാക്കി. ആ പൈസ ചാനലുകാർ തന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായി. അച്ഛൻ മരിച്ച സമയത്ത് എല്ലാവർക്കും എന്നോട് സ്നേഹമായിരുന്നു. എല്ലാ കാര്യത്തിനും അവർ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമില്ല. ഡ്രഗ്സിനോട് ഭയങ്കരമായി അഡിക്റ്റായി. രാത്രി ഉറക്കമില്ല. കണ്ണടച്ചാൽ അച്ഛൻ്റെ മുഖം. അവിടെയാണെങ്കിൽ ഒട്ടും പറ്റുന്നുമില്ല. ഓപ്പൺ കോഴ്സ് എടുത്ത് +2 പഠിക്കുകയാണ്. എന്നെ നിയന്ത്രിക്കാൻ പോലും ആരുമില്ല. രാത്രി 3 മണിക്കൊക്കെയാണ് വീട്ടിൽ വരുന്നത്. ആരും സംസാരിക്കാനുമില്ല. എല്ലാവരുടെ ജീവിതത്തിൽ മോശമായ സമയം ഉണ്ടാവില്ലേ? പക്ഷെ ആ സമയം ഞാൻ മനസ്സിലാക്കി. ഇടയ്ക്ക് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ കൊല്ലത്ത് പോയപ്പോൾ അവരെ ഒരുപാട് മിസ് ചെയ്തു. അന്ന് അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് അവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കാൻ എനിക്കും പേടിയായിരുന്നു. എൻ്റെ വിഷമവും സങ്കടവും പറയാൻ ആരുമില്ല. ഞാനതൊക്കെ മനസ്സിലാക്കി ആ സമയത്ത് ഒരു ജോലിക്ക് പോയി.
ഇത്തരത്തിലാണ് കിച്ചു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് രേണു സുധിക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ആ കുട്ടി ഒറ്റയ്ക്കായി അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചില്ല എന്നതടക്കമുള്ള ചില പരാമർശങ്ങളാണ് രേണുവിനെതിരെയുള്ള ആയുധമായി ഇപ്പോൾ സൈബർ ആക്രമണം ശക്തമാകാൻ കാരണമായിരിക്കുന്നത്. രേണുവിൻ്റെ തനി സ്വഭാവം ഇതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഉയരുന്നത്. പല ഭാഗത്തു നിന്നും രേണുവിനെതിരെ ആക്രമണം ഉയരുകയാണ്, സൈബർ ആക്രമണം ഉയരുകയാണ്. ഇതിന് പിന്നാലെയാണ് താനിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന വെളിപ്പെടുത്തലുമായി രേണു സുധിയും രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.